Hello everyone, welcome back to Xylem Learning. അക്ഷയ് സാർ ആണ് മകളെ. സോ അക്ഷയ് സാറ് നിങ്ങളുടെ ആകാംക്ഷമായിട്ട് എന്താ പറയാ, അക്ഷയ് സാർ ഇങ്ങനെ നിങ്ങളെ കാണാൻ വന്നിരിക്കുന്നത് ഒരു ചെറിയൊരു കോണ്ടന്റുമായിട്ടാണ് കേട്ടോ. ഒരു ചെറിയൊരു കോണ്ടന്റുമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. നമ്മുടെ 9th സ്റ്റാൻഡേർഡ് ബയോളജി നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്റർ ആണ് എന്ത്, ദ ഫണ്ടമെന്റൽ യൂണിറ്റ് ഓഫ് ലൈഫ്. നമ്മൾ പഠിച്ചു തുടങ്ങിയ ചാപ്റ്റർ ഗംഭീരമായി തന്നെ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു ചാപ്റ്റർ ദ ഫണ്ടമെന്റൽ യൂണിറ്റ് ഓഫ് ലൈഫ് എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററിൽ പല കാര്യങ്ങളും നമ്മൾ പഠിക്കുന്നുണ്ട്. വളരെ ഈസി ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണെങ്കിലും ഇതില് ടോണിസിറ്റി എന്ന് പറയുന്ന ഒരു ഭാഗം, അതായത് നമ്മളവിടെ ടൈപ്സ് ഓഫ് സൊല്യൂഷൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആ ടൈപ്സ് ഓഫ് സൊല്യൂഷൻ ഡിസ്കസ് ചെയ്യുന്ന ആ ഒരു ഭാഗം പല മക്കൾക്കും കൺഫ്യൂഷൻ ഉണ്ടാവുന്ന ഒരു ഭാഗം കൂടിയാണ്. സോ ആ ഒരു ഏരിയ ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നിങ്ങൾക്കറിയാം, നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ നിങ്ങൾക്ക് ഇവിടെ കാണാം, ദ ഫണ്ടമെന്റൽ യൂണിറ്റ് ഓഫ് ലൈഫ് എന്ന് നിങ്ങൾക്ക് ഇവിടെ കാണാം. ടൈപ്സ് ഓഫ് സൊല്യൂഷൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അക്ഷയ് സാറും ഉണ്ട് അവിടെ. ഓക്കെ, റെഡി? അപ്പൊ നമുക്ക് തുടങ്ങിക്കൂടെ? യെസ്, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ നമ്മുടെ ഈ സൊല്യൂഷൻ, ടൈപ്സ് ഓഫ് സൊല്യൂഷൻ അറിയുന്നതിന് മുന്നേ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. സൊല്യൂട്ട്, സോൾവന്റ്, ദെൻ സൊല്യൂഷൻ. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ഇവിടെ നിങ്ങൾക്ക് കാണാം, എന്താ കാണുന്നത്? ഇതെന്താ? ഇത് ഷുഗർ ആണ്, പഞ്ചസാര. ഓക്കെ, സാറോട് ഏതാ? ഷുഗർ. ഇവിടെ ഷുഗർ എന്ന് പറയുന്നത് സൊല്യൂട്ട് ആണ്. എന്താണ്? സൊല്യൂട്ട്. റെഡി? ഡൺ. പിന്നെന്താ നിങ്ങൾ കാണുന്നേ? പിന്നെ നിങ്ങൾ കാണുന്നത് വാട്ടർ ആണ്. വാട്ടർ ആൻഡ് ദാറ്റ് ഈസ് സോൾവെന്റ്. വാട്ടർ എന്ന് പറയുന്നത് എന്താ? സോൾവെന്റ്. ഇവിടെ എന്താ ചെയ്തിരിക്കുന്നേ? ഇവിടെ എന്താ ചെയ്തത്? സൊല്യൂട്ട് ഞാൻ സോൾവെന്റിലേക്ക് ഇട്ടു. പഞ്ചസാര, ഷുഗർ ഞാൻ എവിടെ ഇട്ടു? വെള്ളത്തിലേക്ക് നിക്ഷേപിച്ചു, വെള്ളത്തിലേക്ക് ഇട്ടു. വെള്ളത്തിൽ പഞ്ചസാര നന്നായിട്ട് എന്ത് ചെയ്യും? ലയിക്കും. ഓക്കെ, പഞ്ചസാര വെള്ളത്തിലിട്ടതിനു ശേഷം ഞാൻ സ്റ്റിർ ചെയ്യുമ്പോ ഈ പഞ്ചസാര എന്ത് ചെയ്യും? വെള്ളത്തിൽ ലയിച്ചു പോവും. സോ ഇവിടെ വെള്ളത്തിലാണ് ലയിക്കുന്നത്. സോ ഏതിലാണോ ലയിക്കുന്നത് അതാണ് സോൾവെന്റ്. സാധാരണയായി വെള്ളത്തിൽ പല വസ്തുക്കളും ലയിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ വെള്ളത്തെ നമ്മൾ യൂണിവേഴ്സൽ സോൾവെന്റ് എന്ന് പറയും. വാട്ടറിന് എന്താ പറയാ? ഞാൻ ഇവിടെ എഴുതി വെക്കുന്നുണ്ട്. വാട്ടർ എന്ന് പറയുന്നത് എന്താ? വാട്ടർ എന്ന് പറയുന്നത് യൂണിവേഴ്സൽ സോൾവെന്റ് എന്ന് പറയാം. യൂണിവേഴ്സൽ സോൾവെന്റ് എന്ന് പറയാം. മനസ്സിലായോ? കാരണം വെള്ളത്തിൽ പല സംഭവങ്ങളും ചെയ്യും, ഡിസോൾവ് ചെയ്യിക്കാൻ പറ്റും. ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ആരാണ് ഡിസോൾവ് ആവുന്നത് വെള്ളത്തിൽ? അത് പഞ്ചസാരയാണ് സാറേ, അത് ഷുഗർ ആണ് സാറേ. ദാറ്റ് മീൻസ് ഷുഗർ ഈസ് ദ സൊല്യൂട്ട് സബ്സ്റ്റൻസ് വിച്ച് ഗെറ്റ്സ് ഡിസോൾവ്ഡ് ഇൻ ദ സോൾവെന്റ്. അതെന്താണ്? അത് സൊല്യൂട്ട് ആണ്. സോ ദിസ് ഈസ് അവർ ഷുഗർ. ഇത് എവിടെ ഇട്ടു? സോൾവെന്റിൽ ഇട്ടു. പഞ്ചാര, ഷുഗർ എവിടെ ഇട്ടു? വെള്ളത്തിലിട്ടു. ദാറ്റ് ഈസ് സോൾവെന്റ്. എന്ത് കിട്ടി? ഷുഗർ സൊല്യൂഷൻ. പഞ്ചസാര, വെള്ളം, ഷുഗർ സൊല്യൂഷൻ. ആൻഡ് ദിസ് ഈസ് അവർ സൊല്യൂഷൻ, ഷുഗർ സൊല്യൂഷൻ. ദിസ് ഈസ് ഷുഗർ സൊല്യൂഷൻ. ഗോട്ട് ദ ഐഡിയ? ഐഡിയ മനസ്സിലായോ? സോ ആരാണോ സോൾവെന്റിലേക്ക് ഇടുന്നത്, അയാൾ സൊല്യൂട്ട്. ലയിക്കാൻ സഹായിക്കുന്നത് ആരാ? സോൾവെന്റാ. സോൾവെന്റിലല്ലേ സൊല്യൂട്ട് ഇടാം. സൊല്യൂട്ട് ലയിക്കുന്നത് സോൾവെന്റിലായിരിക്കും. അപ്പോ ജനറൽ കേസുകളിൽ നമ്മൾ നോക്കുമ്പോൾ വാട്ടർ ആയിരിക്കും എന്ത്? സോൾവെന്റ്. വാട്ടർ സോൾവെന്റ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ എന്ത് പറയാം? യൂണിവേഴ്സൽ സോൾവെന്റ് ആണ് വാട്ടർ എന്ന് പറയാം. അപ്പൊ എന്താ കിട്ടിയ? ഈ ഒരു എക്സാമ്പിള് ഷുഗർ വാട്ടറിൽ ഇട്ടപ്പോൾ നമുക്ക് കിട്ടിയ എന്താ? ഷുഗർ സൊല്യൂഷൻ. നമുക്ക് പറയാം സൊല്യൂട്ട് സോൾവെന്റിലേക്ക് ലയിക്കുമ്പോൾ നമുക്കത് പറയാം, അത് സൊല്യൂഷൻ ആണെന്ന് പറയാം. സൊല്യൂഷൻ. മനസ്സിലായോ? സൊല്യൂട്ടും സോൾവെന്റും സൊല്യൂഷനും മനസ്സിലായോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഒരു എക്സാമ്പിൾ നോക്കിക്കേ. ഉപ്പെടുത്ത് വെള്ളത്തിലിടുന്നു, അപ്പോൾ ഉപ്പ് വെള്ളം കിട്ടുന്നു. സോൾട്ട് ഈസ് പുട്ട് ഇൻ ദ വാട്ടർ, വി ആർ ഗെറ്റിംഗ് സോൾട്ട് സൊല്യൂഷൻ. കമന്റ് ചെയ്തോ, സൊല്യൂട്ട് ഏതാണ്, സോൾവെന്റ് ഏതാണ്, സൊല്യൂഷൻ എന്താണ്? കമന്റ് ചെയ്യുമല്ലോ. ഉപ്പ് വെള്ളത്തിലിടുമ്പോഴുള്ള കേസാണ്, കമന്റ് ചെയ്തോളൂ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കിക്കേ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു ആസ്പെക്ട് ആണ് പറയാൻ പോകുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാം, ഞാൻ ഇതിനെ എ എന്ന് വിളിക്കാം. ഈ കേസിനെ ഞാൻ എ എന്ന് വിളിക്കുന്നത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഈ കേസിനെ എ എന്നും താഴെയുള്ള കേസിനെ ഞാൻ ബി എന്നും വിളിക്കുന്നു. ഫസ്റ്റ് കേസ് ഈസ് എ, സെക്കൻഡ് കേസ് ഈസ് ബി.
ഒന്നാമത്തെ കേസിൽ നോക്കിക്കേ, എന്താ കാണുന്നത്? ആ സാറേ പഞ്ചസാര വെള്ളത്തിലിടുന്നുണ്ട്, പഞ്ചസാര വെള്ളം കിട്ടുന്നുണ്ട്, ഷുഗർ സൊല്യൂഷൻ. ആ ശരിയാന്ന്. ഓക്കെ, അവിടെ കിട്ടുന്നത് എന്താ? ഷുഗർ സൊല്യൂഷൻ തന്നെയാണ്, തെറ്റൊന്നുമില്ല. ഷുഗർ ഷുഗർ സൊല്യൂഷൻ സൊല്യൂഷൻ. റെഡി അല്ലേ? റെഡി? യെസ്. അടുത്ത് നോക്കിക്കേ, രണ്ടാമത്തേൽ എന്താ സംഭവിക്കുന്നത്? ബിയിൽ എന്താ സംഭവിക്കുന്നത്? അതേ സാറേ ഇവിടെയും എന്താ സംഭവിക്കുന്നേ? പഞ്ചസാര വെള്ളത്തിലിടുന്നു, അവിടെയും പഞ്ചസാര വെള്ളം കിട്ടുന്നു, അവിടെയും ഷുഗർ സൊല്യൂഷൻ കിട്ടുന്നു. വലിയ മാറ്റമൊന്നും ഇല്ല സാറേ. അതേ മക്കളെ, അവിടെയും എന്ത് തന്നെയാണ് കിട്ടുന്നത്? പഞ്ചസാര വെള്ളം തന്നെയാണ് കിട്ടുന്നത്. പക്ഷെ നിങ്ങൾ സൂക്ഷിച്ചു നോക്കിക്കേ, ഇവിടത്തെ വാല്യൂസ് നോക്കിയേ. ഇവിടെ കുറച്ച് വാല്യൂസ് തന്നിട്ടുണ്ട്, അത് നോക്കിയേ. വെള്ളം നോക്കിയേ, 1 ലിറ്റർ തന്നെയാണ്. രണ്ട് കേസിലും വെള്ളം എത്ര തന്നെയാണ്? വെള്ളം എന്ന് പറഞ്ഞാൽ സോൾവെന്റ് ആണ്. എന്താണ്? സോൾവെന്റ്. സോൾവെന്റ് എത്ര ലിറ്ററാ? 1 ലിറ്റർ അല്ലേ? രണ്ട് കേസിലും 1 ലിറ്ററാ. എന്നാ പഞ്ചസാരയുടെ അളവ് നോക്ക്. പഞ്ചസാര എത്ര നോക്കിയേ. എ എന്ന് പറയുന്ന കേസിൽ എത്രയാ? 200 ഗ്രാം. എ എന്ന് പറയുന്ന കേസിൽ എത്ര ഗ്രാം ആണ്? 200 ഗ്രാം. ബി എന്ന് പറയുന്ന കേസിലോ 500 ഗ്രാം. അപ്പൊ നിങ്ങൾ നോക്കിക്കേ, എ എന്ന് പറയുന്ന കേസിൽ സൊല്യൂട്ടിന്റെ എണ്ണം കൂടി. ബി എന്ന് പറയുന്ന കേസിൽ എ എന്ന് പറയുന്ന കേസിൽ സൊല്യൂട്ടിന്റെ എണ്ണം എന്താണ്? 200 ഗ്രാമാ. ബിയിലോ 500 ഗ്രാം. അപ്പൊ ഏതിലാ കൂടുതൽ? നമുക്ക് എന്ത് പറയാം? നമ്പർ ഓഫ് സൊല്യൂട്ട്. ശ്രദ്ധിച്ചേ, നമ്പർ ഓഫ് സൊല്യൂട്ട് ഇൻ ബി എന്താണ്? ഓൾവേസ് ഇവിടെ എന്താ? ഗ്രേറ്റർ ആണല്ലേ? ഗ്രേറ്റർ ദാൻ എന്ത് പറയാം? നമ്പർ ഓഫ്. പോയോ? നോക്കിക്കോ, ഈസ് ഗ്രേറ്റർ ദാൻ നമ്പർ ഓഫ് സൊല്യൂട്ടിൻ എ. ശരിയല്ലേ? എയിൽ നോക്കിക്കേ, സൊല്യൂട്ടിന്റെ ആ ഗ്രാംസ് നോക്കി 200 ഗ്രാമേ ഉള്ളൂ. എന്നാ ബിയിൽ 500 ഗ്രാം. അപ്പൊ കൂടുതൽ സൊല്യൂട്ട് അവിടെയുണ്ട്, ബിയിലല്ലേ? മനസ്സിലായില്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ഒന്നാമത്തെ കേസിൽ 200 ഗ്രാം ആണ് 1 ലിറ്ററിൽ കലക്കുന്നത്, അപ്പൊ കിട്ടുന്ന ഷുഗർ സൊല്യൂഷനും രണ്ടാമത്തേൽ 500 ഗ്രാം ഷുഗർ വെള്ളത്തിൽ കലക്കി 1 ലിറ്റർ, അപ്പൊ കിട്ടുന്ന ഷുഗർ സൊല്യൂഷൻ. ഇതിൽ ഏത് ഷുഗർ സൊല്യൂഷൻ ആയിരിക്കും മോർ കോൺസെൻട്രേറ്റഡ്? ഏതായിരിക്കും മോർ കോൺസെൻട്രേറ്റഡ്? എപ്പോഴും മനസ്സിലാക്ക, മോർ നമ്പർ ഓഫ് സൊല്യൂട്ട് മീൻസ് ഹൈലി കോൺസെൻട്രേറ്റഡ്. കോൺസെൻട്രേഷൻ കൂടുന്നത് എപ്പോഴാണ്? സൊല്യൂട്ടിന്റെ എണ്ണം കൂടണം മക്കളെ. വെരി ഇമ്പോർട്ടന്റ്. സൊല്യൂഷൻ എപ്പോഴാണ് കോൺസെൻട്രേറ്റഡ് ആവുക? കൂടുതൽ കോൺസെൻട്രേറ്റഡ് ആവണമെങ്കിൽ അതിൽ എന്തിന്റെ അളവ് കൂടണം? സൊല്യൂട്ടിന്റെ അളവ് എന്ത് ചെയ്യണം? കൂടണം. മോർ നമ്പർ ഓഫ് സൊല്യൂട്ട് എവിടെയാടാ? മോർ നമ്പർ ഓഫ് സൊല്യൂട്ട് സാറേ അത് ബിയിലാണ് സാറേ. എയിനേക്കാൾ കൂടുതൽ സൊല്യൂട്ട് എവിടെയുണ്ട്? ബി. അപ്പൊ നമുക്ക് എന്ത് പറയാം? കോൺസെൻട്രേഷൻ ഓഫ് ബി എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? കൂടുതലായിരിക്കും. ഗ്രേറ്റർ ദാൻ കോൺസെൻട്രേഷൻ ഓഫ് എന്താണ്? എ അല്ലേ? കോൺസെൻട്രേഷൻ എപ്പോഴും ബിയിൽ കൂടുതലായിരിക്കും. എയിനേക്കാളും കോൺസെൻട്രേഷൻ എവിടെയാണ്? ബിയിൽ ഉണ്ടാവും. മനസ്സിലായോ? അപ്പൊ കൂടുതൽ സൊല്യൂട്ട് ഉണ്ടെങ്കിൽ കൂടുതൽ കോൺസെൻട്രേറ്റഡ് ആയിരിക്കും. റെഡി അല്ലേ? സെറ്റ് അല്ലേ? പവർ അല്ലേ? ആണെങ്കിൽ നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സൊല്യൂഷനിലേക്ക് പോകാം. 3 ടൈപ്പ് ഓഫ് സൊല്യൂഷൻ ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ ആദ്യത്തെ സൊല്യൂഷൻ ഹൈപ്പർടോണിക് സൊല്യൂഷൻ. ആദ്യത്തെ സൊല്യൂഷൻ ഏതാ? ഹൈപ്പർടോണിക് ആണ്. പേര് നോക്ക്, ഹൈപ്പർടോണിക്. ഹൈപ്പർ എന്ന് പറഞ്ഞാൽ കൂടുതൽ. എന്തെന്ന് കൂടുതൽ എന്ന് വെച്ചാൽ സൊല്യൂട്ടിന്റെ അളവ് കൂടുതൽ. മനസ്സിലായോ? കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂട്ട് കൂടുതലുള്ള സൊല്യൂഷൻ. ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ഇവിടെ നിങ്ങൾ ഈ ചിത്രം ഒന്ന് നോക്കിക്കേ. ഇവിടെ എന്താ കാണിച്ചിരിക്കുന്നത്? എന്താ മക്കളെ കാണിച്ചിരിക്കുന്നത്? ഇവിടെ നമുക്കൊരു ബീക്കർ കൊടുത്തിട്ടുണ്ട്. കണ്ടുവോ നിങ്ങള്? ആ ബീക്കറിന്റെ ഉള്ളില് എന്ത് സൊല്യൂഷനാണ് കൊടുത്തിരിക്കുന്നത്? ഹൈപ്പർടോണിക്കാ. എന്താടാ? ഹൈപ്പർടോണിക് സൊല്യൂഷൻ അല്ലേ? ബീക്കറിൽ കൊടുത്തിരിക്കുന്ന എന്താ? ഹൈപ്പർടോണിക് എന്താ സൊല്യൂഷൻ. ബീക്കറിൽ കൊടുത്തിരിക്കുന്ന എന്താ? ഹൈപ്പർടോണിക് സൊല്യൂഷൻ. അത് ഇട്ട് വെച്ചിരിക്കുന്നത് എന്താ? മാങ്ങയല്ലേ? മാംഗോ. എന്താണ് ഇട്ട് വെച്ചിരിക്കുന്നത്? മാംഗോ. അപ്പൊ നിങ്ങൾ അവസ്ഥ മനസ്സിലായ? ഒരു ബീക്കർ ഉണ്ട്, ആ ബീക്കറിൽ എന്ത് സൊല്യൂഷൻ? ഹൈപ്പർടോണിക് സൊല്യൂഷൻ. ഹൈപ്പർടോണിക് സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ എന്ത് കൂടുതലായിരിക്കും? സൊല്യൂട്ടിന്റെ അളവ് എന്തായിരിക്കും? കൂടുതലായിരിക്കും. സൊല്യൂട്ടിന്റെ അളവ് കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ അതൊന്ന് പിക്ചോറിക്കലി റെപ്രസെന്റ് ചെയ്ത ഫിഗർ ആണിത്. മക്കളെ നിങ്ങൾ നോക്കിക്കേ, ഈ മഞ്ഞ നിറത്തിൽ കൊടുത്തിരിക്കുന്ന സാധനം കണ്ടുവാ? ഇതാണ് സെല്ല്, ആ മാങ്ങ. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് സിമ്പിളി എന്ത് പറയാം? ഇതാണ് നമ്മുടെ സെല്ല് എന്ന് പറയാം. മക്കളെ മനസ്സിലായോ? ഇതാണ് നമ്മുടെ ബീക്കർ.
ഇതാണ് നമ്മുടെ ബീക്കർ. മനസ്സിലായോ? അത് ബീക്കറാണ് കേട്ടാ, ബീക്കറാണ്. ഓക്കെ, ആ നടുക്കുള്ളത് സെല്ലാണ്. പിന്നെ ഇതെന്താ? ഇതാണ് നമ്മുടെ ഹൈപ്പർടോണിക് സൊല്യൂഷൻ. മക്കളെ ഞാൻ പറഞ്ഞു, ഹൈപ്പർടോണിക് സൊല്യൂഷനിൽ എന്തിന്റെ അളവ് കൂടണം? സൊല്യൂട്ടിന്റെ അളവ് കൂടണം. സെല്ലിന്റെ ഉള്ളിലേക്കാൾ സൊല്യൂട്ട് കൂടുതൽ പുറത്തുണ്ടാവണം, സോൾവെന്റ് കുറയണം, സോൾവെന്റ് സെല്ലിന്റെ ഉള്ളിൽ കൂടണം. നിങ്ങൾ നോക്കിക്കേ, നമുക്ക് നോക്കാം. ഇവിടെ നോക്കിക്കേ, ഇവിടെ NaCl, അതായത് ഉപ്പാണ് NaCl. NaCl ആണ് എന്ത്? നിങ്ങൾക്കറിയാം സാറേ, NaCl എന്ന് പറഞ്ഞാൽ സൊല്യൂട്ടാ. NaCl എന്താ? സൊല്യൂട്ടാ. H2O അത് നമ്മുടെ വെള്ളമല്ലേ, അത് വാട്ടർ അല്ലേ, അതാണെന്ത്? സോൾവെന്റ്. അതെന്താ? സോൾവെന്റ്. നോക്കിക്കോടാ, ഇൻസൈഡ് ദ സെല്ലും ഔട്ട്സൈഡ് ദ സെല്ലും നമുക്ക് നോക്കണം. ഇൻസൈഡ് ദ സെല്ല്, ഔട്ട്സൈഡ് ദ സെല്ല്. ഔട്ട്സൈഡ് ദ സെല്ല് വേറെ കളറിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ഇൻസൈഡ് ദ സെല്ലും ഔട്ട്സൈഡ് ദ സെല്ലും നമുക്ക് നോക്കാം. ഓക്കെ, റെഡി? നോക്കിക്കൂടെ? ജസ്റ്റ് നോക്കണേ, എല്ലാവരും ശ്രദ്ധിച്ചോ. ഇൻസൈഡ് ദ സെല്ല്, ഔട്ട്സൈഡ് ദ സെല്ല് കാണാമല്ലോ. ഓക്കെ, ആദ്യം NaCl, അതാണ് നമ്മുടെ സൊല്യൂട്ട്. ഇൻസൈഡ് ദ സെല്ല് എത്ര ഉണ്ട് നോക്കിയേ. ഇൻസൈഡ് ദ സെല്ല്, ഇതല്ലേ ഇൻസൈഡ് ദ സെല്ല്, സെല്ലിന്റെ ഉള്ളിൽ നോക്കിക്കേ. NaCl എത്ര ഉണ്ട് സൊല്യൂട്ട്? നോക്കിക്കേ, 1 2 രണ്ടെണ്ണം അല്ലേ. അപ്പൊ നിങ്ങൾ എത്ര എഴുതണം? ഞാൻ എഴുതിയ 2 എണ്ണം ഉണ്ട്. ഇൻസൈഡ് ദ സെല്ല് സൊല്യൂട്ട് 2 എണ്ണമാണ്. ഓക്കെ, ഇൻസൈഡ് ദ സെല്ല് സോൾവെന്റ് നോക്കിക്കേ. സോൾവെന്റ് അതായത് വാട്ടർ നോക്കിയേ. 1 2 3 4 5 6 7 8 9 10 11 12. ഈ റെപ്രസെന്റേഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം അവിടെ സോൾവെന്റ് 12 എണ്ണം ഉണ്ട്. സൊല്യൂട്ട് കുറവല്ലേ? ആണ്. ഇനി ഔട്ട്സൈഡ് ദ സെല്ല് നോക്കിയേ. ഔട്ട്സൈഡ് സെൽ എന്ന് പറഞ്ഞാൽ സൊല്യൂഷൻ ആണ്. സൊല്യൂഷനിൽ നോക്കി എത്ര NaCl ഉണ്ടാ? നോക്കിക്കേ, 1 2 3 4 5 6 7 8 എണ്ണം ഉണ്ട് ഇല്ലേ? NaCl സൊല്യൂട്ടിന്റെ എണ്ണം എത്രയാ? 8 എണ്ണം അല്ലേ? ആണ് സാറേ, 8 എണ്ണം ഉണ്ട് സാറേ. എന്നാ സോൾവെന്റിന്റെ എണ്ണോ നോക്കിക്കേ. സോൾവെന്റോ കുറവല്ലേ? 1 2 3 4 5 6 7 എണ്ണം മാത്രം. അപ്പൊ നിങ്ങൾ നോക്കിക്കേ, സെല്ലിന്റെ പുറത്ത് ഔട്ട്സൈഡ് ദ സെല്ല് അതാണ് സൊല്യൂഷൻ. ഔട്ട്സൈഡ് ദ സെല്ല് സൊല്യൂട്ടിന്റെ എണ്ണം എത്രയാ? 8 എണ്ണം ഉണ്ട്. ഇൻസൈഡ് ദ സെല്ല് സൊല്യൂട്ടിന്റെ എണ്ണം കുറവല്ലേ? അപ്പൊ സൊല്യൂട്ടിന്റെ എണ്ണം സൊല്യൂഷനിൽ കൂടിയാൽ, സെല്ലിന്റെ ഉള്ളിൽ കുറഞ്ഞു കഴിഞ്ഞാൽ അത്തരം സൊല്യൂഷനെയാണ് നമ്മൾ ഹൈപ്പർടോണിക് സൊല്യൂഷൻ എന്ന് പറയും. എന്ത് പറയും? ഹൈപ്പർടോണിക് സൊല്യൂഷൻ. ഇനി സോൾവെന്റ് വാട്ടറിന്റെ നോക്കിയാലോ, വാട്ടർ എപ്പോഴും ഉള്ളിൽ എന്തായിരിക്കും? കൂടുതലും, പുറത്തെന്താണ്? കുറവുമാണ്. അപ്പോൾ അവിടെ ഒരു പ്രോസസ്സ് നടക്കും. ആ പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേര് ഓസ്മോസിസ് എന്നാണ്. എന്താ വിളിക്കുക? ഓസ്മോസിസ്. മക്കളെ, ഇറ്റ് ഈസ് അപ്ലിക്കബിൾ ടു വാട്ടർ മോളിക്യൂൾ. ഇറ്റ് ഈസ് അപ്ലിക്കബിൾ ടു ആരാണടാ? വാട്ടർ മോളിക്യൂൾ. ഇറ്റ് ഈസ് അപ്ലിക്കബിൾ ടു വാട്ടർ മോളിക്യൂൾ. അപ്പൊ എന്താണ് ഓസ്മോസിസ്? വാട്ടർ മോളിക്യൂളിന്റെ മൂവ്മെന്റ്. വാട്ടർ മോളിക്യൂളിന്റെ എന്ത്? മൂവ്മെന്റ്. എവിടെ നിന്ന് എങ്ങോട്ട്? ഫ്രം ഹയർ കോൺസെൻട്രേഷൻ ടു ലോവർ കോൺസെൻട്രേഷൻ അക്രോസ് എ സെമി പെർമിയബിൾ മെംബ്രെയിൻ. സെമി പെർമിയബിൾ മെംബ്രെയിൻ എന്ന് വെച്ചാൽ എല്ലാവരെയും കടത്തി വിടാത്ത മെംബ്രെയിനാ സെമി പെർമിയബിൾ. ആ സെമി പെർമിയബിളിന്റെ അക്രോസ്ലി ആര് മൂവ് ചെയ്യുക? വാട്ടർ മോളിക്യൂൾ. എവിടുന്ന് എങ്ങോട്ട്? ഹയർ കോൺസെൻട്രേഷൻ ടു ലോവർ കോൺസെൻട്രേഷൻ. മക്കളെ, നിങ്ങൾ നോക്കിക്കേ, സെല്ലിന്റെ ഉള്ളിലാണോ വാട്ടർ കൂടുതൽ, സെല്ലിന്റെ പുറത്താണോ? പറ. സെല്ലിന്റെ ഉള്ളിലല്ലേ? സെല്ലിന്റെ ഉള്ളിൽ 12 എണ്ണം ഉണ്ട്, സെല്ലിന്റെ പുറത്ത് 7 ഉള്ളൂ. അപ്പൊ എന്ത് ചെയ്യും? വാട്ടർ ഹയർന്ന് ലോവറിലേക്ക് പോകൂലേ? ആ സാറേ, ഹയർന്ന് ലോവറിലേക്ക് പോവും സാറേ. അപ്പൊ നോക്കിക്കേ, ഈ ഉള്ളിലുള്ള വാട്ടറിൽ എന്ത് ചെയ്യും? സെല്ലിന്റെ പുറത്തേക്ക് ഇങ്ങനെ വരും. എന്തിന്റെ അക്രോസാ? ഇവിടെ നോക്കിയേ, സെമി പെർമിയബിൾ മെംബ്രെയിൻ. അപ്പൊ സെല്ലിന്റെ ഉള്ളിലത്തെ വാട്ടർ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ സെല്ല് എന്താവും? ഷ്രിങ്ക് ചെയ്യും. എന്താവും? സെല്ല് എന്ത് ചെയ്യൂടാ? സെല്ല് ഷ്രിങ്ക് ആവും. ഷ്രിങ്ക്, ചുരുങ്ങും. സെല്ല് എന്ത് ചെയ്യും? ഷ്രിങ്ക് ആവും, ചുരുങ്ങും. മനസ്സിലായോ? ആ കണ്ടീഷനെ നമ്മൾ പ്ലാസ്മോളിസിസ് എന്നാണ് പറയാ കേട്ടോ. പ്ലാസ്മോളിസിസ് എന്ന് പറയും. സെല്ല് എന്ത് ചെയ്യും? സെല്ലിന്റെ ആ സൈറ്റോപ്ലാസ്മിക് കോണ്ടന്റുകളൊക്കെ എന്ത് ചെയ്യും? ഷ്രിങ്ക് ചെയ്യും. ഷ്രിങ്കേജ് ഓഫ് സൈറ്റോപ്ലാസം. ഓക്കെ, പ്ലാസ്മോളിസിസ്. അപ്പൊ എപ്പോഴും സെല്ല് ഷ്രിങ്ക് ആവുന്നത് ഏത് സൊല്യൂഷനിൽ ഇട്ട് കഴിഞ്ഞാലാണ്? ഹൈപ്പർടോണിക് സൊല്യൂഷൻ.
മനസ്സിലായോ? റെഡി? അങ്ങനെയാണെങ്കിൽ അടുത്ത നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ പഠിക്കാം. ഹൈപ്പോടോണിക്. ഹൈപ്പോ എന്ന് പറഞ്ഞാൽ കുറവാ, ടോണിസിറ്റി കുറഞ്ഞ സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ അവിടെ ഹൈപ്പോടോണിക്കിൽ എന്താ അവസ്ഥ? സൊല്യൂട്ടിന്റെ കോൺസെൻട്രേഷൻ സൊല്യൂഷനിൽ എന്തായിരിക്കും? കുറവായിരിക്കും. സൊല്യൂട്ടിന്റെ കോൺസെൻട്രേഷൻ സൊല്യൂഷനിൽ കുറഞ്ഞ അത്തരം സൊല്യൂഷനെയാണ് നമ്മൾ ഹൈപ്പോടോണിക് എന്ന് പറയുന്നത്. മക്കളെ, ഇവിടെ നിങ്ങൾ നോക്കുക, നേരത്തെ പറഞ്ഞതുപോലെ ഒരു ബീക്കർ ഉണ്ട് ഇവിടെ. ആ ബീക്കറിൽ ഒരു സൊല്യൂഷൻ ഉണ്ട്. ഏതാ സൊല്യൂഷൻ? യെസ്, ഹൈപ്പോടോണിക് അല്ലേ? ഹൈപ്പോടോണിക് സൊല്യൂഷൻ ഉണ്ട്. ആ ഹൈപ്പോടോണിക് സൊല്യൂഷനിൽ എന്ത് ഇട്ടിട്ടുണ്ട്? മാങ്ങ അല്ലെങ്കിൽ ഒരു സെല്ലിട്ട് വെച്ചിരിക്കുന്നു വിചാരിക്കാം. മനസ്സിലായോ? നേരത്തെ ഹൈപ്പർടോണിക്കാ, അവിടെ മാങ്ങയിലുള്ളത്തെ വെള്ളം പുറത്തു. ഈ ഉപ്പിലിട്ട മാങ്ങയിലുണ്ടല്ലോ, അത് എന്തിന്റെ എക്സാമ്പിളാ? ഹൈപ്പർടോണിക് ആണ് കേട്ടോ. ഉപ്പിലിട്ട ഉപ്പിൽ മാങ്ങ ഇട്ട് വെച്ചാൽ, ഉപ്പും വെള്ളത്തിൽ ഇട്ട് വെച്ചാൽ എന്ത് ചെയ്യും? ഈ മാങ്ങയിലുള്ളത്തെ വെള്ളം എന്ത് ചെയ്യും? സൊല്യൂഷനിലേക്ക് പോകും. ഉപ്പ് നേരെ ഉള്ളിൽ പോകും. ഓക്കെ, ഇവിടെ നോക്കിക്കേ, ഇത് ഹൈപ്പർടോണിക്കാ. ഇത് ഭയങ്കര എളുപ്പമാണ്, വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നും അല്ല. ഓക്കെ, റെഡി? ഹൈപ്പർടോണിക് അല്ലേ? അപ്പൊ നിങ്ങൾ നോക്കിയേ, നേരത്തെ എല്ലാ കണ്ടീഷൻസും നമ്മൾ നോക്കണം. ദാ ഇവിടെ നോക്കിക്കേ, ഈ ചിത്രം എല്ലാവരും നോക്കാം. ഓക്കെ, ഇതെന്താണ്? ഇത് നമ്മുടെ സെല്ലല്ലേ? ഈ റിംഗ് എന്ന് പറയുന്നത് നമ്മുടെ സെല്ലാണ്. ഓക്കെ, റെഡി? ഇതെന്താണ്? ഇത് നമ്മുടെ ബീക്കർ ആണ് സാറേ, നമ്മുടെ ബീക്കർ. പിന്നെ ആ ബീക്കറിൽ നിറച്ച സൊല്യൂഷൻ അല്ലേ ഇത്? ആ സാറേ, ഇത് നമ്മുടെ ബീക്കറിൽ നിറച്ച സൊല്യൂഷൻ ആണ്. ആ സൊല്യൂഷൻ ഏതാണെന്നാ പറഞ്ഞിരിക്കുന്നേ? ഹൈപ്പോടോണിക് അല്ലേ? ആണോ അല്ലയോ? ആണ്, ഹൈപ്പോടോണിക് സൊല്യൂഷൻ. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് ആ സൊല്യൂഷനിലെ സൊല്യൂട്ടിന്റെയും സോൾവെന്റിന്റെയും എണ്ണം നോക്കണം. സെല്ലിന്റെ ഉള്ളിലെ സൊല്യൂട്ടും സോൾവെന്റ് എണ്ണം നോക്കാം. അപ്പൊ നമുക്ക് നോക്കിക്കൂടെ? ഓക്കാം. അപ്പൊ നമുക്കറിയാം, ഇവിടുത്തെ സൊല്യൂട്ട് എന്ന് പറയുന്നത് NaCl ആണ്. ആണല്ലോ, എപ്പോഴും NaCl അല്ലേ സൊല്യൂട്ട്? ഉപ്പല്ലേ സൊല്യൂട്ട് ആവുക? ഓക്കെ, വാട്ടർ ആണെന്ത്? സോൾവെന്റ്. വാട്ടർ എന്താണ്? വാട്ടർ ആണ് നമ്മുടെ സോൾവെന്റ്. നോക്കിക്കോ, ഒന്നാമത് എന്താ? ഇൻസൈഡ് ദ സെല്ല് നോക്കാം. ഇൻസൈഡ് ദ സെല്ല്. പിന്നെന്താ? ഔട്ട്സൈഡ് നോക്കാം. ഔട്ട്സൈഡ്. ഇൻസൈഡ് നോക്കിയ ശേഷം എന്താ ചെയ്യാ? ഔട്ട്സൈഡ് ദ സെല്ല് നോക്കാം കേട്ടോ. റെഡി അല്ലേ? റെഡി. നമുക്ക് നോക്കാം. ആദ്യം ഇൻസൈഡ് ദ സെൽ NaCl എത്ര ഉണ്ടെന്ന് നോക്കാം. ഇൻസൈഡ് ദ സെൽ NaCl സൊല്യൂട്ട് നോക്കിക്കേ. ഇൻസൈഡ് ദ സെല്ല് 1 2 3 4 5 6 7 8 എണ്ണം ഉണ്ട് അല്ലേ? 8. റെഡി. ഇനി സോൾവെന്റ് ഇൻസൈഡ് ദ സെൽ എത്ര ഉണ്ട് നോക്കിയാ? സോൾവെന്റ് വാട്ടർ ഇൻസൈഡ് ദ സെൽ എത്ര കാണിക്കുന്നുണ്ട് നോക്കിയേ? 1 2 3 4 4 കാണിച്ചേ. ആയി. ഇനി മക്കളെ നോക്കിക്കേ, ഇനി മക്കളെ ഔട്ട്സൈഡ് ദ സെല്ല് സൊല്യൂട്ടിന്റെ എണ്ണം നോക്കിയേ. ഔട്ട്സൈഡ് ദ സെല്ല് സൊല്യൂട്ട് NaCl എത്രയുണ്ട് നോക്കാം. 1 2 എണ്ണം മാത്രം. അപ്പൊ നോക്കിക്കേ, ഔട്ട്സൈഡ് ദ സെല്ല് എന്ത് കുറഞ്ഞു? സൊല്യൂട്ടിന്റെ എണ്ണം കുറഞ്ഞു. ഔട്ട്സൈഡ് ദ സെല്ല് എന്തിന്റെ എണ്ണം കുറഞ്ഞു? സൊല്യൂട്ടിന്റെ എണ്ണം കുറഞ്ഞു. സൊല്യൂട്ട് കൂടുതൽ എവിടെയാ? ഉള്ളിലാ. ഇനി സോൾവെന്റ് നോക്കിക്കേ, ഔട്ട്സൈഡ് ദ സെല്ല് സോൾവെന്റ് നോക്കിക്കേ. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 എണ്ണം. ഓക്കെ, അപ്പൊ നിങ്ങൾ നോക്കിക്കോ, സോൾവെന്റ് ഇവിടെ കൂടി. ഔട്ട്സൈഡ് ദ സെല്ല് സോൾവെന്റ് കൂടി. ഔട്ട്സൈഡ് ദ സെല്ല് സൊല്യൂട്ട് കുറവാ. സൊല്യൂട്ട് കോൺസെൻട്രേഷൻ ഇൻ ദ സൊല്യൂഷൻ കുറവാണ്. കൂടുതൽ സോൾവെന്റ് ആണ് ഹൈപ്പോടോണിക് സൊല്യൂഷൻ ഉണ്ടാവുക. എന്ന് പറയുമ്പോൾ ഓസ്മോസിസ് ഇവിടെ നടക്കില്ലേ? കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് വന്നു. ഒരു സ്ഥലത്ത് കൂടുതൽ വാട്ടർ ഉണ്ട്, ഒരു സ്ഥലത്ത് കുറച്ചേ വാട്ടർ ഇല്ലു. അപ്പൊ കൂടുതൽ ഉള്ളിടത്ത് നിന്ന് കുറഞ്ഞിടത്തേക്ക് വാട്ടർ സെമി പെർമിയബിൾ മെമ്പറൈൻ അക്രോസ് വരണം. അപ്പോൾ കൂടുതൽ വാട്ടർ എവിടെയുണ്ട്? പുറത്താണ് സാറേ. കുറവ് വാട്ടർ എവിടെയാണ്? ഉള്ളിലാണ് സാറേ. അപ്പൊ വാട്ടർ എന്ത് ചെയ്യും? പുറത്തുനിന്ന് ഉള്ളിലേക്ക് വരും. ഇങ്ങനെ വരും. മനസ്സിലായോ? ഇങ്ങനെ സെമി പെർമിയബിൾ മെമ്പറൈൻ അക്രോസ് വാട്ടർ മോളിക്യൂൾ എന്ത് ചെയ്യും? റീജിയൻ ഓഫ് ഹയർ കോൺസെൻട്രേഷൻ ടു ലോവർ കോൺസെൻട്രേഷൻ വരും. ഈക്വൽ കോൺസെൻട്രേഷൻ ആവുന്നവരെ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ സെല്ലിന്റെ ഉള്ളിൽ വെള്ളം കയറുമ്പോൾ ഈ സെല്ല് എന്താവും? സ്വെല്ലാവും, വീർത്ത് വരും. അതിനകത്ത് പ്രഷർ ഡെവലപ്പ് ചെയ്യും. ഇതിനെയാണ് ടർജിഡിറ്റി എന്ന് പറയും. ഇതിനെന്താ പറയാ? ടർജിഡിറ്റി. ഒരു ടർഗർ പ്രഷർ ഡെവലപ്പ് ചെയ്യും. ടർജിഡിറ്റി എന്ന് പറയും. സെൽ വാള് അല്ലെങ്കിൽ സെൽ മെംബ്രെയിനിലേക്ക് ഒരു പ്രഷർ എക്സേർട്ട് ചെയ്യും. ഈ അകത്ത് കയറുന്ന വെള്ളം എന്ത് ചെയ്യും? പ്രഷർ എക്സേർട്ട് ചെയ്ത് സെല്ല് സ്വെല്ലായിട്ട് വരും. അപ്പൊ ഒരു സെല്ല് എപ്പോഴാ സ്വെല്ലാവുക? വെൻ ദ സെൽ ഈസ് പുട്ട് ഇൻ ദി ഹൈപ്പോടോണിക് സൊല്യൂഷൻ. എപ്പോഴാ ഒരു സെല്ല് ഷ്രിങ്ക് ചെയ്യുക? വെൻ ദ സെൽ ഈസ് പുട്ട് ഇൻ ദി ഹൈപ്പർടോണിക് സൊല്യൂഷൻ. ഈസ് ദിസ് ക്ലിയർ?
ഇത് ക്ലിയർ അല്ലേ? യെസ്. അങ്ങനെയാണെങ്കിൽ ഐസോട്ടോണിക് സൊല്യൂഷൻ, വെരി സിമ്പിൾ. ഐസോ മീൻസ് സെയിം കോൺസെൻട്രേഷൻ, ഈക്വൽ കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂട്ട് ഇൻസൈഡ് ദ സെൽ ആൻഡ് ഔട്ട്സൈഡ് ദ സെൽ. രണ്ട് സൈഡിൽ ഒരേ കോൺസെൻട്രേഷൻ. നോക്കിക്കേ എന്തൊരു എളുപ്പം. നോക്കിക്കേ സെല്ലിന്റെ ഉള്ളിൽ നോക്കിയേ, NaCl സൊല്യൂട്ട് എത്ര ഉണ്ട്? 1 2 3 4 5. ഔട്ട്സൈഡ് ദ സെൽ എത്രയുണ്ട് സൊല്യൂഷനിൽ? സൊല്യൂട്ടിന്റെ കോൺസെൻട്രേഷൻ 5 തന്നെ ആയിരിക്കും അല്ലെ? 1 2 3 4 5 ഈക്വൽ സൊല്യൂട്ട് കോൺസെൻട്രേഷൻ ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് ദ സെൽ. Means this solution is isotonic solution. Let us check the number of solvent also. Solvent നോക്കാം. 1 2 3 4 5 6 7 8 9 എണ്ണം. ഔട്ട്സൈഡ് ദ സെൽ, ഇൻസൈഡ് ദ സെൽ 1 2 3 4 5 6 7 8 9 എണ്ണം. അപ്പൊ നെറ്റ് മൂവ്മെന്റ് 0 ആയിരിക്കും. ഉള്ളിലേക്ക് ഒരു മോളിക്കൂൾ വാട്ടർ കയറുമ്പോൾ പുറത്തേക്ക് അതുപോലെ തന്നെ എന്ത് ചെയ്യണം? ഒരു മോളിക്കൂൾ വാട്ടർ പുറത്തേക്ക് വരണം. അപ്പൊ സെല്ലിന് എന്തെങ്കിലും മാറ്റം ഉണ്ടാവോ? ഇല്ല. ഫ്ലക്സിഡ് കണ്ടീഷനിൽ തന്നെ സെൽ ഉണ്ടാവും. ഓക്കെ, this is what happened when cell is put in the isotonic solution. അങ്ങനെയാണെങ്കിൽ let us summarize what all the things we have learned. നമുക്കൊന്ന് സമ്മറൈസ് ചെയ്ത് കഴിഞ്ഞാൽ we have got 3 solution: hypertonic solution with higher solute concentration in the solution, isotonic solution with equal concentration of solution on either side, means inside the cell and outside the cell. ഹൈപ്പോട്ടോണിക് പറയുമ്പോൾ ലോവർ കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂട്ട് ഇൻ ദ സൊല്യൂഷൻ. ഇനി സെല്ലിട്ട് കഴിഞ്ഞാൽ ഹൈപ്പർടോണിക്കിൽ ഇട്ട് കഴിഞ്ഞാൽ ഷ്രിങ്ക് ആവും. ഐസോട്ടോണിക്കിൽ ഇട്ട ഒരു എഫക്റ്റും ഉണ്ടാവുന്നില്ല. ഇനി ഹൈപ്പോട്ടോണിക്കിൽ ഇട്ടാൽ സ്വെൽ ആവും. ഓക്കെ, റെഡി? ഇനി ഫുഡ് പ്രിസർവേഷൻ ഉപയോഗിക്കുന്നത് ഏത് സൊല്യൂഷൻ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൈപ്പർടോണിക് സൊല്യൂഷൻ. ഉപ്പിലിട്ട് വെക്കുന്നില്ലേ നമ്മള്? പഞ്ചസാരയിൽ ഇട്ട് വെക്കുന്നില്ലേ? ചെറിയെല്ലാം മാങ്ങ ഉപ്പിലിട്ട് വെക്കുന്നില്ലേ? ദീസ് ആർ ആൾ എക്സാമ്പിൾ ഓഫ് utilizing hypertonic solution. And here please observe this figure also. When a cell is put in the isotonic solution, എന്തെങ്കിലും സംഭവിക്കോ? ഇല്ല. നോട്ടീസബിൾ ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല. ദാറ്റ് ഈസ് ഫ്ലെക്സിഡ് ആയിട്ട് തന്നെ നിൽക്കും. എത്ര വാട്ടർ ആണ് ഉള്ളിലേക്ക് വരുന്നത് അത്ര തന്നെ വാട്ടർ പുറത്തേക്ക് വരും. അപ്പൊ സെല്ലിന് ഒരു എഫക്ട് ഉണ്ടാവുന്നില്ല. Then next one is hypertonic solution. ഹയർ കോൺസെൻട്രേഷൻ സൊല്യൂഷൻ ആണ്. സെല്ലിന്റെ ഉള്ളിലത്തെ വാട്ടർ എല്ലാം പുറത്തേക്ക് പോകും. സെല്ലിന്റെ ഉള്ളിലത്തെ സൈറ്റോപ്ലാസം ഷ്രിങ്ക് ചെയ്യും. The condition is plasmolysis. Plasmolized cell ആണിത്. തേർഡ് കേസ് ഈസ് ഹൈപ്പോട്ടോണിക് സൊല്യൂഷൻ, വേർ ആ സൊല്യൂഷനിൽ ആ സോൾവെന്റിന്റെ അളവ് കൂടുതലും സൊല്യൂട്ടിന്റെ അളവ് കുറവായിരിക്കും. So what is the ultimate result? Water in the solution get into the cell and cell will become swollen, turgid. Okay, turgid. മനസ്സിലായോ? അപ്പോൾ ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മൾ വളരെ കൃത്യമായി ദ ഫണ്ടമെന്റൽ യൂണിറ്റ് ഓഫ് ലൈഫ് എന്ന ഈ ഒരു ചാപ്റ്ററിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം എക്സാമ്പിൾസിലൂടെയും മറ്റുമായി നമ്മൾ ഡിസ്കസ് ചെയ്തു. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടാവും ഈ ഒരു സെഷൻ തന്നെ കരുതുന്നു. ഈ ഒരു കോണ്ടന്റിനെ കുറിച്ചുള്ള വിലയേറിയ അഭിപ്രായങ്ങൾ നിങ്ങളുടെ കമന്റായി രേഖപ്പെടുത്തുക. തുടർന്ന് വീണ്ടും ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കോണ്ടന്റുമായിട്ട് മാറ്ററുമായിട്ട് സാറ് നിങ്ങളുടെ മുന്നിലേക്ക് വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ഇറ്റ്സ് മീ അക്ഷയ് സൈനിങ് ഓഫ്. Bye bye.